പ്രിയമുള്ളവരെ, വെനീസിയ എന്നറിയപ്പെടുന്ന വെനീസ് നഗരം, വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന കനാലുകൾ, അതിനു ചുറ്റും പണിതുയർത്തിയ കൂറ്റൻ കെട്ടിടങ്ങൾ, ഒഴുകുന്ന നഗരമെന്ന് വെനീസിന് അറിയപ്പെടുന്നു. അഡ്രിയാറ്റിക് കടലിൻ്റെ ഭാഗമായ വെനീസ് ലഗൂണിലാണ് വെനീസ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കനാലുകളാൽ ചുറ്റപ്പെട്ട ലോകപ്രശസ്തമായ തുറമുഖ നഗരമാണ് വെനീസ്. റോഡുകളില്ലാതെ കനാലുകളിലൂടെ ബോട്ടിൽ യാത്ര ചെയ്ത് കാണാവുന്ന നഗരമാണ് വെനീസ്. വെനീസ് പകർന്നു നൽകുന്ന അമ്പരപ്പ് ചില്ലറയൊന്നുമല്ല കേട്ടോ. വെനീസിലെ കനാലുകളിലൂടെ ഒഴുകുന്ന ചെറുവള്ളങ്ങളാണ് ഗൊണ്ടോള എന്ന് അറിയപ്പെടുന്നത്. ഈ ഗൊണ്ടോളയിലാണ് വെനീസ് നഗരം ഞങ്ങൾ ചുറ്റിക്കണ്ടത്. വെനീസ് യാത്രയിൽ നാം നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു യാത്രയാണ് ഗൊണ്ടോള യാത്ര. പരമ്പരാഗതവും പ്രതീകാത്മകവുമായ ഈ ബോട്ടിൽ ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് നാം വെനീസ് നഗരം ചുറ്റിക്കാണുന്നത്. ഗൊണ്ടോലിയൻ എന്നാണ് ഈ വള്ളങ്ങളെ ഓടിക്കുന്ന തുഴക്കാരൻ്റെ പേര്. കാറുകളില്ലാത്ത നഗരം. കാറുകൾക്ക് പകരം ടാക്സി ബോട്ടുകളിലാണ് നാം ഈ നഗരം ചുറ്റിക്കാണേണ്ടത്. കാറുകൾക്ക് ഈ നഗരത്തിൽ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. പ്രത്യേക തരത്തിലുള്ള പെട്രിഫൈഡ് തടികളിൽ നിർമ്മിച്ചിരിക്കുന്ന നഗരമാണ് വെനീസ് നഗരം. വെള്ളത്തിനടിയിൽ നിന്ന് നിലത്തു തുളച്ചു കയറ്റിയ തടികൾക്ക് മുകളിലാണ് വെനീസ് ഉള്ളത്. ജലപ്രതിരോധത്തിന് പേരുകേട്ട ആൽഡർ മരങ്ങളിൽ നിന്നുള്ള പെട്രിഫൈഡ് രൂപകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലൊവേനിയ, ക്രൊയേഷ്യ, മോണ്ടിനെഗ്രോ വനങ്ങളിൽ നിന്ന് മരങ്ങൾ വെട്ടി വെനീസിലേക്ക് കൊണ്ടുപോയി ഇവിടെ അവർ 11,06,657 തടിത്തൂണുകൾ ഉണ്ടാക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. നഗരത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇത് വെള്ളത്തിലേക്ക് മുക്കിയെന്നും അതിനു മുകളിൽ അവർ തടി പ്ലാറ്റ്ഫോമുകൾ നിർമ്മിച്ചു. തുടർന്ന് പ്ലാറ്റ്ഫോമുകളുടെ മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വെനീസ് നഗരം രൂപം കൊണ്ടത് എന്ന് പറയുന്നു. തെറ്റി. പ്രത്യേക തരത്തിലുള്ള പെട്രിഫൈഡ്